வணக்கம். நியூஸ் 18 தமிழ்நாடு செய்திகளுக்காக நான் ஸ்ரீராம். முதலில் இந்த நேரத்திற்கான தலைப்புச் செய்திகளை பார்க்கலாம். கேரளாவின் வயநாட்டில் நிலச்சரிவில் சிக்கி உயிரிழந்தோர் எண்ணிக்கை 100ஐ நெருங்கியது. மண்ணில் புதைந்து 96 பேர் இறந்த நிலையில் 120க்கும் மேற்பட்டோர் காயங்களுடன் மீட்பு. வயநாட்டின் சூரல்மலையில் நிலச்சரிவின் கொடூரத்தை விவரிக்கும் கழுகு பார்வை காட்சி. சுவடே தெரியாமல் புதையுண்ட வீடுகள். திருப்பூர் மாவட்டம் உடுமலை பகுதியிலிருந்து மூணாறு செல்லும் சாலையில் நிலச்சரிவு. பெரிய பெரிய பாறைகள் சாலையில் கிடப்பதால் வாகனங்கள் செல்ல முடியாமல் அவதி. கொச்சின் டு மூணார் தேசிய நெடுஞ்சாலை இப்படி மழை வெள்ளத்தால் பாதிக்கப்பட்டு பெரிய ரிவரே குறுக்க வந்துடுச்சு. வயநாட்டில் பல்வேறு இடங்களில் மூழ்கி கிடக்கும் சடலங்களை மீட்கும் பணிகள் தீவிரம். கிரேன்களில் கட்டி உடல்களை மீட்கும் இராணுவத்தினர் மற்றும் பேரிடர் மீட்பு படையினர். கேரளாவில் நிலச்சரிவால் பெரும் உயிர்பலி நிகழ்ந்த நிலையில் துக்க தினமாக அறிவிப்பு. இன்றும் நாளையும் அனுசரிக்கப்பட உள்ளதாக தகவல். கேரளாவில் கொட்டி தீர்த்த பேய் மழை. ஆர்ப்பரித்து கொட்டும் அதிரப்பள்ளி அருவி. കേരള മാநில முதலமைச்சர் പിണറായി വിജയൻ செய்தியாளர்களை சந்தித்து வருகிறார். அந்த நேரலை காட்சிகள் കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 34 മൃതദേഹങ്ങളാണ് ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 18 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ലഫ്റ്റനന്റ് കേണലിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ടീം ഈ പുഴ മുറിച്ച് കടന്ന് മുണ്ടക്കൈയിലെ മാർക്കറ്റ് മേഖലയിലെത്താൻ കഴിഞ്ഞു. അവിടെ കുടുങ്ങിക്കിടക്കുന്ന പരിക്കേറ്റവരുണ്ട്. അവരെ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി ഈ പുറത്തേക്ക് എത്തിക്കുന്ന വടംകെട്ടി എത്തിക്കുന്നൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരെ മുഴുവൻ. അപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരെ മുഴുവൻ അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ്. ആദ്യ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണെന്നാണ് പൊതുവെ പറയുന്നത്. തുടർന്ന് 4:10 വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയി. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചു പോകുന്ന നിലയുണ്ടായി. ഇവിടെ ഒരു സ്കൂളുണ്ട്, വെള്ളാർമല GVH സ്കൂൾ. അത് ഏറെക്കുറെ പൂർണ്ണമായും മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥയായി. അവിടെയുള്ളൊരു പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, അത് 2ആയി ഒഴുകുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു പുഴയുടെ സ്ഥാനത്ത് 2 പുഴയായിട്ടുണ്ട്. വീടുകൾക്കും മറ്റ് ജീവനോപാധികൾക്കുമെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. മണ്ണിനടിയിൽപ്പെട്ടവർ, ഒഴുക്കിൽപ്പെട്ടവർ,
അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാം. അവരെയെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും. സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ് ചെയ്യുക. ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കാകെ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ബംഗാൾ ഗവർണർ CB ആനന്ദബോസ് ഇവരെല്ലാം നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഏതെല്ലാം രീതിയിൽ സഹായം ചെയ്യേണ്ടതുണ്ടോ അതിനെല്ലാം തയ്യാറാണ് എന്ന് വാഗ്ദത്തം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, അങ്ങനെയുള്ള ഒട്ടേറെ പേർ വിളിച്ച് ഈ കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഉള്ള സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. എല്ലാവരും ഏകോപിതമായ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. 5 മന്ത്രിമാർ ഇപ്പോൾ വയനാട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൈന്യത്തിൻ്റെ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്കാകാവുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സേനാ വിഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സഹായമാണ് ചെയ്തു വരുന്നത്. പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നത്. ഇതിനകം വയനാട്ടിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 3069 ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 118 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ എടുത്താൽ 5531 ആളുകളെ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട്. கேரள மாநிலம் வயநாட்டில் நிலச்சரிவு ஏற்பட்டு ஒரு பேரழிவை சந்தித்திருக்கக்கூடிய ஒரு சூழலில் இது இதுவரை இல்லாத பேரழிவு என்று முதல்வர் பினராயி விஜயன் அது தொடர்பாக விளக்கம் அளித்தார். அந்த காட்சிகளை பார்த்தோம்.